തല കണ്ടില്ലേ? ഉണ്ടയാണ് ഇതിന്റെ അകത്ത്. ഇതിന്റെ അകത്ത് ഉണ്ട പേറിയാ ഞാൻ ഈ കാലം അത്രയും ജീവിച്ചത്. സുധാകരൻ വെടിവെച്ചുവരെ സുധാകരന്റെ ഗുണ്ടകൾ വെടിവെച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. എടാ, വെടിയുണ്ടെങ്കിൽ ഇവന്റെ തലക്കകത്തുണ്ടാവില്ലേ? ആ ഉണ്ടിയെടുത്തിട്ടായി ഇവ നടക്കുന്നതാ പറഞ്ഞത്. ഞാൻ അന്ന് പത്രസമ്മേളനം പറഞ്ഞു, ഒരു മെഡിക്കൽ ബോർഡിന്റെ മുമ്പിൽ നമുക്ക് ഹാജരാവാം. തന്റെ തലയോ തന്റെ ശരീരമോ തന്റെ കാലോ കയ്യോ ഒക്കെ പരിശോധിക്കാം. ഉണ്ട വേണ്ടടോ? ഒരു ചെറിയ ഉണ്ടേന്റെ താരും തരിമ്പും ഉണ്ടെങ്കിൽ ഞാൻ പൊതുജീവിതം അവസാനിപ്പിക്കാം. ജയരാജന്റെ ഒരു ആശ്രിതനായി സിദ്ധകാരൻ ഞാൻ ജീവിക്കാം. ഞാൻ ചോദിക്കുന്നു, എന്താ മെഡിക്കൽ ബോർഡിന്റെ മുമ്പിൽ ഹാജരാവാത്തത്? എന്തിനാണ് ഈ പുകമറ? നിന്റെ കയ്യിൽ ഉണ്ടയുമില്ല, നിന്റെ കയ്യിൽ വേടിയുമില്ല, നിന്റെ ശരീരത്തിൽ ഉണ്ടയുടെ പൊടിയുമില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ ആവർത്തിക്കുന്നു. ധൈര്യമുണ്ടോ, ആനത്തമുണ്ടോ, നട്ടലുണ്ടോ? ഒരു മെഡിക്കൽ ബോർഡിന്റെ മുമ്പിൽ ഹാജരായി തെളിയിക്കണോ? ഞാൻ അങ്ങനെ അന്ന് വെല്ലുവിളിച്ചപ്പോ പി ജയരാജൻ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, കാലപ്പഴക്കം കൊണ്ട് മജ്ജയിലും രക്തത്തിലും ഇത് അലിഞ്ഞ് 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 ഇല്ലാതെയായി. ഞാൻ ചോദിച്ചു, ഇതെന്താ വെടിയുണ്ടയാണോ അല്ല തരിയുണ്ടയാണോ? തരിയുണ്ട രക്തത്തിലും മജ്ജയിലും ലയിച്ചില്ലാണ്ടാവും. വെടിയുണ്ട പോവോ?